സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം നിർബന്ധമാക്കി സർക്കാരിന് കത്ത് ചീഫ് സെക്രട്ടറി ആണ് നിർദ്ദേശം നൽകിയത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം എന്നാണ് ഉത്തരവ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കണമെന്ന് കത്തിൽ ചീഫ് സെക്രട്ടറി പറയുന്നു. ദിലീപ് കുറ്റിച്ചൽ വിശദാംശങ്ങൾ നൽകും. ദിലീപ്, അടുത്ത കാലത്താണല്ലോ ലോക്സഭയും രാജ്യസഭയും വന്ദേമാതരത്തെ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റമായി മാറുന്ന രീതിയിലുള്ള ബില്ല് പാസ്സാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണോ ചീഫ് സെക്രട്ടറി ഇപ്പോൾ സർക്കാരിന് കത്തയച്ചിരിക്കുന്നത്? തീർച്ചയായും ഗീതം അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് വന്ദേ മാതരം എന്ന ഗാനം തീർച്ചയായും ആലപിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഉത്തരവ് പ്രകാരം കത്തിൽ സൂചിപ്പിക്കുന്നതും. അതേസമയം ഇത് സംബന്ധിച്ച് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് അത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും അത് നോക്കിയതിനു ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നടക്കമുള്ള കാര്യമാണ് പറഞ്ഞത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം, അതായത് പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയാണ്, കേരളത്തിലെ രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു നിലപാട് എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വീകരിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിരുന്നു അത് സംബന്ധിച്ചുള്ള ബില്ലും പാസ്സാക്കിയതാണ്. പ്രത്യേകിച്ച് വന്ദേ മാതരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതുകൊണ്ട് വന്ദേ മാതരത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകത എന്തെന്നടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പോലും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി വ്യക്തമായി തന്നെ ഈ കത്തിൽ പറയുന്നത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ വ്യക്തമായി തന്നെ ഈ ഗാനം ആലപിക്കണം എന്നടക്കമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗൗതം.